ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് തമ്മിലുള്ള അടി നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലേ. എങ്കിലും ഒരു കട്ട് ഓഫ് ഫാൻ എന്ന നിലയിൽ ഞാനും ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് ഗെയിം ഓഫ് ത്രോൺസിൽ തന്നെ ടോപ്പ് 5 ബാറ്റിൽ എപ്പിസോഡ്സ് ആണ് ഞാൻ റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് ബാറ്റിൽ സീൻസ് കമൻറ്റ് ചെയ്യണേ. സോ നമ്പർ 5 ബ്ലാക്ക് വാട്ടർ ബാറ്റിലാണ് എനിക്ക് തോന്നിയത്. ഒരു GOT ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബാറ്റിൽ എന്ന് പറയുന്നത് സ്റ്റാനിസ് ബറാത്തിയൻ കിങ്സ് ലാൻഡിൽ നടത്തുന്ന ഈ ഒരു ബാറ്റിൽ തന്നെയാണ്. ടിറിയൻ ലാനിസ്റ്ററിൻ്റെ മിടുക്കും ജോഫ്രിയുടെ ആ ഒരു ഭീരുത്വവും ടൈവിൻ ലാനിസ്റ്ററിൻ്റെ ആ ഒരു ഹീറോയിസം സെർസിയുടെ ആ ഒരു സോഫ്റ്റ് വീക്ക്നെസ് സൈഡും ഒക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ഫയറിൻ്റെ ഒരു ഉപയോഗവും ഒക്കെ പ്രേക്ഷകർ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു എപ്പിസോഡിലാണ്. പിന്നീട് നമ്മൾ സെപ്റ്റ് പൊളിക്കാൻ സെർസിക്കുട്ടി ഇത് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആദ്യം ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു വീഡിയോയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ ഭംഗി പറയാതെ വയ്യ. ആ വൈൽഡ് ഫയർ എക്സ്പ്ലോഷനൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഹൈമറിലെ ആ ഒരു എക്സ്പ്ലോഷൻ സീൻസൊക്കെ ആളുകൾ എത്ര പുകഴ്ത്തുമ്പോഴും പേഴ്സണലി ഐ ഫീൽ ദിസ് വാസ് ദ ബെസ്റ്റ്. എനിക്ക് ഇതിൽ കിട്ടിയ ഇമ്പാക്ട് ഇസ് 100 times മോർ ദാൻ ഓപ്പൺ ഹൈമർ. സോ ഈ ഒരു എപ്പിസോഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. സോ ഇത് ഞാൻ നമ്പർ 5 റാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്പർ 4 എനിക്ക് തോന്നിയത് വാച്ചസ് ഓഫ് ദ വാൾ എന്ന എപ്പിസോഡിലെ ഈ ഒരു വൈൽഡിംഗ് വേഴ്സസ് നൈറ്റ്സ് വാച്ച് ബാറ്റിലാണ്. ഈ ബാറ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് വൈൽഡിംഗ് ആർമിയുടെ ഒരു ഫുൾ പവർ നമ്മൾ കാണുന്നത്. അവരുടെ ബിഗ് മാമോത്സും ജയൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർമി അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞത്തുള്ള ആ ഒരു സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽ ഭംഗി ഒരു വേറെ തന്നെയാണ്. ഒരുപാട് അങ്ങ് ഇരുട്ടാക്കാതെ നല്ല അത്യാവശ്യം ലൈറ്റിലൊക്കെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു എപ്പിസോഡിലാണ് നമ്മൾ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടും ലോർഡ് കമാൻഡറിൻ്റെ ഒരു പേടിയും സാമുവൽ ടാർലിയുടെ ഹീറോയിസും ഒക്കെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ മാമത്തും ജയൻസിനെയൊക്കെ ഏത് വിധേനെ ഒരു യുദ്ധത്തിൽ ഉൾപ്പെടുത്താം, അവരുടെ പവറൊക്കെ എങ്ങനെ കാണിക്കാമെന്നൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബ്രദേഴ്സിൻ്റെ ആ ഒരു ഫൈറ്റും ബോണ്ടും ഇമോഷണൽ സീക്വൻസൊക്കെ ഒരു വാറിൻ്റെ ഇടയിൽ തന്നെ അവരെങ്ങനെയൊക്കെയോ നല്ല ഭംഗിയായിട്ട് കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തന്നെ ഫീൽ ചെയ്തു ഓരോ സീക്വൻസും. പിന്നെ വാളിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ആ ഒരു വാൾ തകർന്നാൽ ഇവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു എപ്പിസോഡിൽ തന്നെ അവർ കാണിക്കാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ശ്രമിച്ചതായിട്ടും എനിക്ക് തോന്നി. സോ അത് ഭയങ്കര കൺവിൻസിങ്ങുമായിരുന്നു. ജസ്റ്റ് നമുക്ക് ഇല്ലോജിക്കലായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോൺസണോടെ 1-to-1 സീക്വൻസസ് ഒക്കെ ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നായിട്ട് എനിക്ക് തോന്നി. ലാസ്റ്റ് ഇച്ചിരി സെൻഡി ആയിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിലും ഈഗ്രറ്റും ജോൺസണോടെ സീൻസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നമ്പർ 3 എനിക്ക് തോന്നിയത് ബാറ്റിൽ ബിയോണ്ട് ദ വാളാണ്. വെസ്റ്റ്രോസിലെ എല്ലാവരെയും വൈറ്റ് വാക്കർ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ജോൺസണും കൂട്ടരും ഈ വാളിന് ഇപ്പുറത്ത് വരുന്നത്, ഈ ഒരു വൈറ്റ് വാക്കറിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെ വരുമ്പോൾ വൈറ്റ് വാക്കേഴ്സും നൈറ്റ് കിങ്ങും ഒക്കെ തമ്മിലുള്ള ഒരു ഫൈറ്റും ബാറ്റിൽ സീക്വൻസുമാണ് ഈ ഒരു എപ്പിസോഡുള്ളത്. ഇതും സ്നോ ലാൻഡ് സീക്വൻസ് തന്നെയാണ്. അപ്പോൾ അതിനൊരു ഭംഗി പറയണ്ടല്ലോ. കുറേയൊക്കെ റിയൽ ലൊക്കേഷൻസ് ആണ്, പക്ഷേ ചില സീക്വൻസ് ഒക്കെ വൈറ്റ് സിമെൻറ്റിൻ്റെ പുറത്ത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി ഇംപ്രസീവ്. ഞാൻ ശരിക്കും ഫാനായി. ഈ എപ്പിസോഡിൽ തന്നെയാണ് പോലാർ ബെയർ ഫൈറ്റും ഒക്കെ ഉള്ളത്. സോ മൊത്തത്തിൽ കണ്ടന്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഡെനറിസ് വരുന്നതും ഈ വൈറ്റ് വാക്കേഴ്സിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും. ലിറ്ററലി ഒരു ഐസ് വേഴ്സസ് ഫയർ നമുക്ക് ഇവിടെ ഒരു സീക്വൻസിൽ കാണാൻ സാധിക്കും. പിന്നെ പറയണ്ടല്ലോ, ഡ്രാഗനെ കൊല്ലാൻ നോക്കുന്ന സീക്വൻസും ആ ഒരു ഓവറോൾ ആ ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് സീൻ തന്നെയായിരുന്നു എല്ലാ ഫാൻസിനും. ഈ ഡ്രാഗൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടു അതിനെ വളർത്തി ഇവിടം വരെ എത്തിച്ച പാട് നമ്മൾ ഫാൻസിന് അറിയുള്ളൂ അല്ലേ. അപ്പം ആ ഡ്രാഗൻ മരിക്കുന്ന ഒരു സീക്വൻസ് അത് ഷൂട്ട് ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടാണ്. പ്ലസ് അത് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. അത്രയും വലിയൊരു ജീവി മരിക്കുന്ന ഒരു സീക്വൻസ് വാസ് ലൈക്ക് വാവ്. പിന്നെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതും ഒരു ക്യൂരിയസ് കേസിലാണ്. ജോൺസണോനെ വൈറ്റ് വാക്കേഴ്സ് എല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിൽ വീഴ്ത്തുന്ന ഒരു സീനോട് കൂടിയാണ് ശരിക്കും ഈ ഒരു സീക്വൻസ് അവസാനിപ്പിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു കണ്ടന്റ് വൈസ് ഭയങ്കര ഹൈയും എന്നാൽ ഇമോഷണലിയും ഭയങ്കര ഡ്രെയിനിങ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു ഈ ബാറ്റിൽ ബിയോണ്ട് ദ വാൾ. സോ ദിസ് ഈസ് ഇൻ നമ്പർ 3 ഫോർ മീ. ഒരു ഡയലോഗോ പ്രത്യേകിച്ച് വലിയ BGM ഒന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുമോ സക്കീർ ബൈക്ക്? പക്ഷേ നമ്മുടെ GOTയിലെ ഈ ഒരു എപ്പിസോഡിന് പറ്റും. നമ്മുടെ ഫൈനൽ നൈറ്റ് കിങ്ങും ബാക്കി ആൾക്കാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒരു ഡയലോഗോ പ്രത്യേകിച്ച് ഒരു BGM ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ശ്വാസം പിടിച്ചിരുന്ന് കണ്ട എപ്പിസോഡ്സാണ്. പ്രത്യേകിച്ച് ആ റെഡ് വുമൻ വന്ന മാജിക് വഴി അവിടുത്തെ സ്വാഡിലൊക്കെ തീ കത്തിക്കുന്ന സീക്വൻസൊക്കെ ശരിക്കും ഇപ്പോഴും ഒരു രോമാഞ്ചം ഫീലിംഗ് ആണല്ലേ. വിഷ്വൽ ബ്യൂട്ടിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ഇത്രയും രാത്രിയിലത്തെ സീൻസ് ഓൾമോസ്റ്റ് എല്ലാ സീൻസും രാത്രി തന്നെയാണ് എങ്കിൽ കൂടി അത് ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടാണ് പല സീക്വൻസസും അവർ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് വാക്കേഴ്സ് വരുമ്പോൾ തീയൊക്കെ ആണെങ്കിലും ഇരുട്ടത്തിലെ സീൻസിലൊക്കെ ഭയങ്കര ഒരു ഹൊറർ ഫീലിംഗ് കൊണ്ടുവരാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഒരു യുദ്ധം തന്നെയാണ്. അപ്പം ഫുൾ വൈറ്റ് വാക്കേഴ്സ് തമ്മിലുള്ള ഫൈറ്റും നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്ന ഒരു സീക്വൻസ് തന്നെയാണ്. അപ്പോൾ പല സീൻസ് കാണുമ്പോൾ നമുക്കും ആ ഒരു ഫീലിംഗ് കിട്ടും. അതായത് എത്ര ഫൈറ്റ് ചെയ്തിട്ടും ഈ നമ്പർ ഓഫ് വൈറ്റ് വാക്കേഴ്സ് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു എൻഡിങ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഡ്രാഗൻസിൻ്റെ സീൻസ് പ്രത്യേകിച്ച് ക്ലൗഡിൻ്റെ മുകളിലുള്ള സീൻസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ VFX അടിപൊളിയായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. പിന്നെ ആര്യയുടെ സീക്വൻസും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആ ഫൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ട് റെഡ് വുമൻ പ്രവചിച്ച പോലെ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഈ സീക്വൻസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഭയങ്കര ഒരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പലരും പറയുന്നുണ്ട് നൈറ്റ് കിങ്ങിനെ ഒറ്റയടി കൊല്ലാനാണെങ്കിൽ എന്തിനായിരുന്നു എന്നൊക്കെ, പക്ഷേ എനിക്കത് ഇഷ്ടമായി. പിന്നെ പല മെയിൻ ക്യാരക്ടേഴ്സും മരിച്ച സീനും ഇത് തന്നെയായിരുന്നു.
അപ്പോൾ കണ്ടന്റ് വൈസ് ഭയങ്കര ഹെവി തന്നെയായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ആര്യയുടെ ഫൈനൽ ഹീറോയിക് മൊമെൻറ്റ്, അതും ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ തന്നെ വേണമെങ്കിൽ പറയാം ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആര്യ ഫേസ് ചെയ്ത സ്ട്രഗിൾസും അവളുടെ ആ ഒരു പാഷനും ഒക്കെ റിസൾട്ട് വന്നത് ഈ ഒരു സീക്വൻസിലൂടെ ആണെന്ന് എനിക്ക് തോന്നി. സോ ഇറ്റ്സ് നമ്പർ 2 ഫോർ മീ. നമ്പർ 1 സ്പോയിൽസ് ഓഫ് വാർ തന്നെയാണ്. ഈ ലൂട്രെയിൻ അറ്റാക്കാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഗെയിം ഓഫ് ത്രോൺ സീരീസിലെ ഏതൊരു ബാറ്റിൽ എടുത്ത് നോക്കിയാലും ലൈക്ക് ഒരു മെജോറിറ്റി ഓഫ് ദം ഒരു ഇരുണ്ട കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു അടഞ്ഞ കളേഴ്സ് ആയിരിക്കും. പക്ഷേ ഇത്രയും ബ്രോഡ് ഡേ ലൈറ്റിലൊരു ഫൈറ്റ് സീക്വൻസ് അവർ അറേഞ്ച് ചെയ്തത് എനിക്ക് ലൈക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്ക് ഈ ഇരുട്ടത്ത് യുദ്ധം കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. പക്ഷേ ഇതിലെ സീക്വൻസസ് ഒക്കെ കിഡുമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ കൊറിയോഗ്രഫിയാണ്. ഓരോ ഫൈറ്റ് സീക്വൻസും കൊറിയോഗ്രഫി ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, പക്ഷേ ഇതിലെ വിഷ്വൽ അപ്പീലിംഗ് ഇച്ചിരി കൂടുതലാണ്. കാരണം അതിൽ ഓരോ സീക്വൻസും ആ ഡ്രാഗൺ വരുന്ന സീനായാലും ഭയങ്കര പവർഫുൾ ഫീലിംഗ്. ഒരു ഡെനറിസിനാണെങ്കിലും അഭിനയിച്ച ബാക്കി ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർ അഭിനയമൊക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതിലെ ഓരോ ക്യാമറ ആംഗിളാണ് എനിക്ക് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തത്. ട്രെയിൻ അറ്റാക്ക് ശരിക്കും ആ ഒരു ട്രെയിൻ അറ്റാക്ക് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. പിന്നെ ഈ പറഞ്ഞ കുതിരയുടെ പുറത്തുള്ള അവരുടെ സീക്വൻസ് ഒക്കെ എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര വാവ് ഫീലിംഗ് തോന്നിയതാണ്. പിന്നെ അതിലൊരു ഇമോഷണൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ സീൻ വരുന്നത് തന്നെ നമ്മുടെ ലേഡി ഒലേനെ കൊന്നിട്ട് കഴിഞ്ഞുള്ളൊരു സീക്വൻസിൽ. അപ്പം ആ ഒരു ഇമോഷണൽ ഡ്രെയിനേജ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ വിഷ്വൽ ഇമ്പാക്റ്റ് ഭയങ്കര ഹെവി ആയിരുന്നു ഈ ഒരു ബാറ്റിൽ സീക്വൻസിൽ. പിന്നെ ജെയ്മി ബ്രോണും കൂടെ ചേർന്ന് ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മേക്കിങ്ങിൽ ഈ ഫയർ ഒന്നും VFX അല്ല, ഇതെല്ലാം അവർ മാനുവലി പ്ലാൻ ചെയ്തൊക്കെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഇമ്പ്രസീവായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. അതും കൂടി ഒരു റീസൺ ആവും ഇത് നമ്പർ 1 പ്ലേസ് ചെയ്യാൻ. പിന്നെ അതുപോലെ നമുക്ക് ഡ്രാഗനെ കുറച്ചുകൂടെ ക്ലോസ് ഇതിൽ കാണിച്ച ഒരു സീക്വൻസും കൂടിയാണിത്. അപ്പോൾ അതിൽ നമുക്ക് ആ ഡ്രാഗൻ്റെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ മൂവ്മെൻറ്റും ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ റോറിങ് സീൻസും ഒക്കെ ഭയങ്കര ലൈക്ക് വിഷ്വലി അപ്പീലിംഗ് തന്നെയായിരുന്നു, നോ ഡൗട്ട്. പിന്നെ ഏറ്റവും എനിക്ക് അതിൽ ഹൈലൈറ്റ് ഫീൽ ചെയ്തത് ഈ ഒരു സീക്വൻസിൽ ഡെനറിസ് മരിക്കണോ അല്ലെങ്കിൽ മരിക്കരുതോ അല്ലെങ്കിൽ ജെയ്മി രക്ഷപ്പെടണം എന്നുള്ള ഒരു വിഷമം പ്രേക്ഷകരുണ്ടായി. ബിക്കോസ് രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരായി മാറും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതായിരുന്നു എൻ്റെ റാങ്കിങ്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഫേവറേറ്റ് ബാറ്റിൽ സീൻസ് ഏതായിരുന്നു എന്ന് കമൻറ്റിൽ പറയുക. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ. താങ്ക് യു.